അമേരിക്കയിലെ പെന്തക്കോസ്ത് മലയാളി സഭകളുടെ ആത്മീയ നിലവാരം എപ്രകാരമാണ്? ഗൾഫിലെയും കേരളത്തിലെയും സഭകളുമായി അമേരിക്കയിലെ സഭകൾക്ക് എന്താണ് വ്യത്യാസമുള്ളത്? കോവിഡാനന്തര കാലഘട്ടത്തിൽ സഭകളുടെ ആത്മീയ നിലവാരത്തിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണ്? വിശ്വാസികളുടെ ആത്മീയ നിലവാരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്? അമേരിക്കയിലെ സഭകളിൽ സഭാ ശുശ്രൂഷയില്ലാത്ത ധാരാളം പാസ്റ്റേഴ്സ് ഉണ്ട്. അവർ എങ്ങനെയാണ് സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് പാസ്റ്റർ ജോയ് തോമസ് മറുപടി നൽകുന്നു. അമേരിക്കയിലെ ഒക്കൽഹോമയിൽ ഷാരോൺ ഫെലോഷിപ്പ് സഭയുടെ സീനിയർ ശുശ്രൂഷകനാണ് പാസ്റ്റർ ജോയ് തോമസ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമ്മൾ ഈ മെറ്റീരിയലിസ്റ്റിക് ആണെന്ന് പറയുമ്പോൾ പോലും എല്ലാവരും അതിനകത്ത് അടിമപ്പെട്ടിട്ടില്ല. നമുക്ക് മൊത്തത്തിൽ ആകമാനം അങ്ങനെ ആയി എന്ന് പറയാൻ പറ്റത്തില്ല. 12 മണിക്കൂർ ഓവർനൈറ്റ് ചെയ്തിട്ട് 8 മണിക്കൂർ ഓവർനൈറ്റ് ചെയ്തിട്ട് പകലത്തെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് വീണ്ടും വീട്ടിൽ പോയി കുറച്ചു നേരം ഉറങ്ങിയിട്ട് രാത്രിയിൽ ജോലിക്ക് പോകുന്നവരെ നമുക്കറിയാം. അപ്പം ആത്മീയമായിട്ട് അധപ്പതിച്ചു പോയിട്ടില്ല എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് അവരുടെ ആ ജോലിയും കഴിഞ്ഞിട്ട് വന്ന് അല്പസമയം ഉറങ്ങിയിട്ട് വീണ്ടും പ്രാർത്ഥനയ്ക്ക് വരുന്നു. അപ്പൊ ഒരു സാക്രിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മൈൻഡ് ആത്മീയ ജീവിതത്തിൽ ഇന്നും പുലർത്തുന്ന അവിടെ ആ രാജ്യത്തും ഉണ്ട്. എന്നാൽ ചിലരെ മറ്റത് ബാധിച്ചിട്ടുണ്ട്, എല്ലാവരെയും അല്ലെന്നല്ല. എന്നാൽ അതിന്റെ നടുവിലും ആത്മീയത്തിന് യാതൊരു കേടും വരുത്താതെ ആ ആത്മീയ മൂല്യം സൂക്ഷിച്ച് തീഷ്ണത നഷ്ടപ്പെടാതെ നിൽക്കുന്ന വലിയൊരു കൂട്ടം ഇന്നും അമേരിക്കയിലുണ്ട്. മറ്റൊരു കാര്യം, ഞാൻ ഇപ്പൊ ഈ പലതവണയുള്ള അമേരിക്കൻ യാത്രകളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഈ മിഷൻ മൈൻഡ് സെറ്റും അമേരിക്കൻ മലയാളി സമൂഹത്തിൽ, അതായത് എനിക്ക് തോന്നുന്നത് ഈ പുതിയ ജനറേഷനിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ നാട്ടിൽ നിന്നൊക്കെ പോയി, നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിൽ നിന്ന് പോയി അമേരിക്കയിൽ സെറ്റിൽ ചെയ്ത സാധാരണക്കാരായ മലയാളി പെന്തക്കോസ്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിഷനോടുള്ള ഒരു വലിയ ഒരു ആവേശവും താല്പര്യവും എനിക്ക് പല സഭകളിലും അത് കണ്ടിട്ടുണ്ട്. പാസ്റ്റർ അതിനെ കുറിച്ച് എന്താ പറയാൻ പറ്റുന്നത്? ഒരു മിഷൻ മൈൻഡ് അവിടെ ഉണ്ട്. അതിന്റെ ഒരു കാരണം, ധാരാളം പേര് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വലിയ ഭാരം അവരുടെ ജീവിതത്തിലുണ്ട്. കാരണം 8 മണിക്കൂർ ജോലി, ആഴ്ചയിൽ 40 മണിക്കൂർ ജോലി. ഈ 40 മണിക്കൂർ ജോലിക്ക് അവരൊരു 10-20 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ട്രാഫിക്കിലും ഒക്കെ കിടന്ന് ഇങ്ങനെ അവരുടെ മുഴുവൻ എനർജി അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വലിയ ആത്മഭാരം അവരിലുണ്ട്. ആ ഭാരത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് എന്തെങ്കിലും ചെയ്യണം, ഏതെങ്കിലും മിഷണറിയെ സഹായിക്കണം, എവിടെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു വലിയ ആവേശം അവരുടെ അകത്തുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഈവൻ ഒരു ജീസസ് സേവ്സ് എന്നൊരു ബോർഡും പിടിച്ചുകൊണ്ട് ചില സിഗ്നലുകളിൽ വന്നു നിൽക്കുന്ന പാസ്റ്ററുണ്ട്. കാരണം അത്രയും ചെയ്തു കഴിയുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടാകുന്നുണ്ട് അവർക്ക്. ഒരു പാസ്റ്ററിനോട് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭാഷയില്ല, ആകെ ഒരു പ്ലേ കാർഡും പിടിച്ചുകൊണ്ട് കുറെ നേരം ഞാൻ ചെന്ന് റോഡിൽ നിൽക്കും, എന്നിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്കൊരു സംതൃപ്തിയുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഈ നാട്ടിലൊക്കെ ഒത്തിരി കാലഘട്ടങ്ങൾ ശുശ്രൂഷയിലായിരുന്ന ദേവദാസന്മാര് അവർ ഓടി നടന്ന് കർത്താവിന് വേണ്ടി ഒത്തിരി അധ്വാനിച്ചവരായിരിക്കും. പക്ഷെ മക്കള് പ്രായമായി അവർ വിദേശത്ത് കുറെ കഴിഞ്ഞ് ഇവരെ അങ്ങ് കൊണ്ടുപോകുന്നു. ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ, അല്ലെ? ഒന്നും ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സഭയില് ആ സഭയുടേതായ നിയമങ്ങളുണ്ട്. ഇപ്പൊ ഞാനൊരു സീനിയർ പാസ്റ്ററാണ് എന്റെ ചർച്ച് പറയുന്ന നിയമങ്ങൾ. സൺഡേയില് സീനിയർ പാസ്റ്റർ മാത്രമേ പ്രസംഗിക്കാവൂ, വേറെ ആരും പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ 7-8 പാസ്റ്റർമാർ നമ്മുടെ ചർച്ചിൽ ഉണ്ടായിരിക്കും. അവർ നമ്മളെക്കാൾ സീനിയോറിറ്റി ഉള്ളവരായിരിക്കാം. പക്ഷെ ചർച്ചിന്റെ നിയമം അനുസരിച്ച് ഞാൻ മാത്രമേ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. ബൈബിൾ ക്ലാസ് അത് ആ പാസ്റ്റർ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ളവരെ നമുക്ക് പലപ്പോഴും പല സ്ഥലത്തും ഒരു അവസരം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. മുൻപ് നമുക്ക് സങ്കീർത്തന വായന എന്ന് പറഞ്ഞൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഇന്നത് സഭകളിൽ നിന്ന് പാടെ നഷ്ടപ്പെട്ടിരിക്കുക. കാരണം അതിനുള്ള ടൈമില്ല. 1.5 മണിക്കൂർ ആരാധനയ്ക്കകത്ത് സങ്കീർത്തനം കൂടെ വായിച്ച് പ്രബോധിപ്പിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് അപ്പൊ എവിടെയാ പിന്നെ ചെറിയ പ്രെയർ ലൈനുകളിലും ഒക്കെയാണ് പലപ്പോഴും ഈ ദൈവദാസന്മാർ അല്പനേരം ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. ഇവര് നന്നായി ശോഭിച്ചുകൊണ്ടിരുന്നതാ. ഇനി അവർക്ക് നാട്ടിൽ നിന്നിട്ടും കാര്യമില്ല. കാരണം മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം അവിടെയാണ്. സാഹചര്യങ്ങളാണ് അവരെ ആ നിലയിൽ അവിടെ ആക്കിയിരിക്കുന്നത്. ഓക്കെ. വേറൊരു കാര്യം ചോദിച്ചാൽ, ഈ പിന്നെ ആഫ്റ്റർ കോവിഡിന് ശേഷമുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എല്ലായിടത്തും സഭകളിൽ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ രംഗത്തും അത് ബാധകമാണ്. അമേരിക്കൻ മലയാളി സഭകളിൽ അത് എങ്ങനെ കോവിഡാനന്തര കാലഘട്ടം എത്രത്തോളം എങ്ങനെ അത് ആത്മീയതയെ എങ്ങനെ ബാധിച്ചു, അല്ലെങ്കിൽ മലയാളി സമൂഹത്തെ സഭകളെ അതൊക്കെ എങ്ങനെ ബാധിച്ചു എന്ന് പാസ്റ്റർ നിരീക്ഷിച്ചു?
ഈ ക്രിസ്തുവിന് മുമ്പും AD എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ കാലഘട്ടത്തെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ രണ്ടായി തിരിച്ചതാണ് ശരിക്കും കോവിഡ്. ഈ കോവിഡിന്റെ ശേഷം നമ്മുടെ ആത്മീയ സഭകളിൽ ഒരു വലിയ ആത്മീയ മാന്ദ്യം നേരിട്ടായിരുന്നു. അതിന്റെ ഒരു കാരണം സൂമിലുള്ള ആരാധനകളിൽ ആളുകൾ ഒത്തിരി സംതൃപ്തരായി, ഡ്രൈവ് ചെയ്യേണ്ട, കംഫോർട്ടബിൾ ആയി. പിന്നീട് നമ്മളത് നിർത്താൻ കഴിയുമ്പോഴത്തേക്ക് വലിയ പ്രശ്നങ്ങളാകും. ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ ഇതാണ്, എന്തിനാ അത് നിർത്തുന്നത്? എന്നാൽ ഞാൻ ശുശ്രൂഷിച്ച ന്യൂയോർക്ക് ചർച്ചിൽ ഞങ്ങൾ 100% സൂം നിർത്തി ഇൻ പേഴ്സൺ മീറ്റിംഗ് ആയി. അത് അവിടെ വിജയിച്ചു. നമുക്ക് 95% ആൾക്കാർ ഇൻ പേഴ്സൺ ആയിട്ട് വരാനായിട്ട് തുടങ്ങി. എന്നാൽ ഇന്നും സൺഡേ മാത്രം ഇൻ പേഴ്സൺ വർഷിപ്പും ബാക്കിയുള്ള എല്ലാ മീറ്റിങ്ങുകളും സൂമിൽ നടത്തുന്ന പല ചർച്ചകളുമുണ്ട്. പക്ഷെ അത് വലിയ ആത്മീയ പരാജയത്തിലേക്ക് നയിക്കപ്പെടും. അത് ഒരു റീസണാണ്. രണ്ട്, മുൻപ് നമ്മുടെ സഭകളിൽ മിക്ക മലയാളി സഭകൾ, അമേരിക്കൻ ചർച്ചസിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുഞ്ഞുങ്ങളെല്ലാം വന്ന് ഒന്നിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് ചർച്ചുകളിലാണെങ്കിലും മലയാളി ചർച്ചുകളിൽ അത്രത്തോളം അത് വന്നിട്ടില്ലായിരുന്നു. സഹോദരന്മാരൊരു ഭാഗത്തും സഹോദരിമാരൊരു ഭാഗത്തും. എന്നാൽ ആഫ്റ്റർ കോവിഡിന് ശേഷം ഈ കുടുംബമായിട്ട് വന്നുള്ള ഇരിപ്പ്, അതിനൊരു മാറ്റം വന്നിട്ടില്ല. അത് ആരാധനകളിൽ അതിന്റെ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. ആ സഹോദരന്മാർ ഒന്നിച്ചിരുന്നൊരു പാട്ട് പാടുന്നതും സഹോദരിമാർ ഒരു സൈഡിലിരുന്ന് പാടുന്നതും തമ്മിലുള്ള ആ ഒരു വലിയ വ്യത്യാസം ഇപ്പൊ ഈ കുടുംബമായി നല്ലതാണ്. കുടുംബമായി വന്നിരിക്കുന്നത് അതിന് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള രണ്ട് ഘടകങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവത്താഴ ശുശ്രൂഷയിലും ഒക്കെ ആയി ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ വീണ്ടും അപ്പം നുറുക്കൽ അതുപോലെ തന്നെ അപ്പം നുറുക്കി തന്നെ കൊടുക്കാൻ വന്നു. മറ്റേ കപ്പ് നേരത്തെ അത് അമേരിക്കൻ ചർച്ചുകൾ അങ്ങനെ തന്നെയായിരുന്നു. അല്ല, കപ്പ് ശരിയായിരുന്നു. പക്ഷെ കപ്പിന്റെ അറ്റത്ത് ഈ അപ്പം അത് മാറി തുടങ്ങി. അല്ലേ മിക്ക ചർച്ചകളും. ഞാൻ ചില അമേരിക്കയിലെ പല സഭകളും സന്ദർശിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ കാര്യം, ഈ തിരുവത്താഴത്തിനുള്ള ഈ വീഞ്ഞും അപ്പവും കൂടെ ചേർന്നുള്ള ആ കമ്പൈൻഡ് ആയിട്ടുള്ള ഇത് പിന്നെ ഫ്രണ്ടിൽ വെച്ചിരിക്കുകയാണ് ഒരു ട്രേക്കകത്ത്. അപ്പൊ പോകുന്നവർ ഓരോരുത്തരും എന്ത് ചെയ്യാം, ഇത് ഓരോന്ന് എടുത്തുകൊണ്ടാണ് പോയിരിക്കുന്നത്. ഇതിന്റെ നമുക്കിപ്പം അങ്ങനെ അപ്പവും വീഞ്ഞൂടുള്ള ആ പാക്കറ്റ് കൊടുക്കുന്നതിനകത്ത് തെറ്റില്ല. കാരണം അന്നും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് മീനിങ് ആൻഡ് ദ പർപ്പസ്. ഈ മേശയുടെ മേൽ വരുന്ന അപ്പവീഞ്ഞുകൾക്കൊരു മീനിങ് ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. വസ്തുക്കൾക്ക് മാറ്റം വന്നാലും അതിന്റെ ശൈലിക്ക് മാറ്റം വന്നാലും അർത്ഥങ്ങൾക്ക് മാറ്റം വരാതിരുന്നാൽ നമുക്ക് ആ ക്രൂശിനെ തന്നെ ധ്യാനിച്ചുകൊണ്ട്, എന്നാൽ ഇപ്പൊ നമ്മൾ അത് മാറ്റി അത് പഴയതുപോലെ തന്നെ നമ്മുടെ മലയാളി ചർച്ചകളിലേക്കെല്ലാം അത് തിരിച്ചു കൊണ്ടുവരാൻ. മലയാളി പെന്തക്കോസ്ത് സഭകളിൽ എനിക്ക് ഏറ്റവും ഞാൻ കണ്ടുവന്നിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഈ ന്യൂ ജനറേഷൻ സഭകളെയൊക്കെ വെച്ചാണ് ഞാനത് പറയുന്നത്. ഈ തിരുവത്താഴ ശുശ്രൂഷ വളരെ ഭക്തിയോടെ നടത്തുന്ന പല സഭകളുണ്ട്. നമ്മൾ അതിനകത്ത് പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആ ക്രൂസിനെ ധ്യാനിക്കുന്ന വാക്യങ്ങളൊക്കെ വായിച്ച് നമ്മൾ ആ ഒരു മെസ്സേജും ഒക്കെ കേട്ട് അതിലേക്ക് അത് നമ്മുടെ ആരാധനയുടെ ഒരു പ്രധാന ഭാഗമായിട്ട് വളരെ ഭക്തിയോടെ. കാരണം നമ്മൾ ഈ പെന്തക്കോസ്തിലേക്ക് വന്നപ്പം ഈ സമുദായ സഭകളിൽ നിന്ന് നല്ലതിനെ കൂടെ നമ്മൾ കളഞ്ഞിട്ടാ പോകുന്നതെന്നാണ് എൻ്റെ ചിന്ത, അല്ലെ? പലതും ഒഴിവാക്കിയിട്ടാ പോകുന്നത്. അപ്പൊ അതിനകത്ത് ഈ സമുദായ സഭകളിൽ ഈ ആരാധനയിലെ പ്രകടനാത്മകമായ ചില ഭക്തിയുടെ ചില പ്രകടനങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട ഒരു കാര്യമായിരുന്നു ഈ തിരുവത്താഴ ശുശ്രൂഷയിലെ ഭക്തിയോടെയുള്ള ചടങ്ങ് ഭംഗിയായിട്ട്. അതിൻ്റെതായ ഒരു പ്രാധാന്യം ഉണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു ചിന്ത. ഞാനൊരു മർത്തോമ പശ്ചാത്തലത്തിൽ അന്ന് ഈ കുർബാന എന്ന വിശുദ്ധ കുർബാനയുള്ള ദിവസം ഇടുന്ന വസ്ത്രങ്ങൾക്ക് പോലും പ്രത്യേകത ഉണ്ടായിരുന്നു. പിന്നെ ചായ പോലും കുടിക്കാതെയാണ് കുർബാനയുള്ള ദിവസം രാവിലെ അന്ന് പള്ളിയിൽ പോകുന്നത്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വന്നവർക്ക് ഇന്നും അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറിയിട്ടില്ല. നമ്മൾ അതിന്റെ ഈ കർത്തൃമേശയുടെ സീരിയസ്നെസ് വളരെ കുറയ്ക്കാതെ പോകുന്നത് എല്ലാ കാലത്തും നല്ലതാണ്. ഞാൻ ചെയ്യുന്നിടത്തെല്ലാം കർത്തൃമേശയുള്ള ദിവസം ക്രൂശിനെ ആസ്പദമാക്കിയുള്ള ഒരു സന്ദേശം മാത്രം കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഞാൻ ബഹുമാനപ്പെട്ട TG കോയ് സാറിൽ നിന്ന്, ഇപ്പോൾ കർത്താവിൽ വിശ്രമിക്കുന്ന അദ്ദേഹത്തിൽ നിന്നാണ് ഈ കാര്യം ഞാൻ പഠിച്ചത്. അദ്ദേഹം എപ്പോഴും കാൽവരി ക്രൂശിനെ ധ്യാനിക്കുന്ന ഒരു സന്ദേശം കൊടുക്കാതെ ഒരിക്കലും
തിരുമേശ ജനങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് അദ്ദേഹം അനുവദിച്ചിട്ടില്ല. അദ്ദേഹം അത് ചെയ്തു നമ്മൾക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. പാസ്റ്റർ ജോയ് തോമസുമായി നടത്തിയ ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഹല്ലേലൂയ NIT എന്ന ചാനലിലുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമന്റായും കൊടുത്തിട്ടുണ്ട്. പാസ്റ്റർ ജോയ് തോമസിന്റെ അഭിമുഖം പൂർണ്ണമായി കാണുക. അതോടൊപ്പം ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഹല്ലേലൂയയുടെ ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാകുകയും ചെയ്യുക.